ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മിഷൻ LDC 2027 എന്ന് പറയുന്ന ഒരു സീരീസ് ആരംഭിക്കുകയാണ്. മിഷൻ LDC 2027 ഭാഗമായിട്ട് മെയ് 2026 ആനുകാലിക വിവരങ്ങളാണ് ആദ്യമായിട്ട് ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുന്നത്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടത്. കമ്പനി ബോർഡ്, LGSും അതുപോലെ തന്നെ മറ്റ് 10th പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ജൂലൈയിലായിട്ട് കണ്ടക്ട് ചെയ്യണം അല്ലേ. അതിനും അതുപോലെ തന്നെ യൂണിഫോം തസ്തികകളുടെ എക്സാമിനേഷനൊക്കെ വരികയാണ്. എല്ലാത്തിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. കണ്ട് കേട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് 2026 മെയ് മാസത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടെന്ന് വേണം ഉത്തരം എഴുതാൻ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് വയനാട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല വയനാടാണ്. നിങ്ങൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? KSLMA, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റിയാണ്. കേരളത്തിലെ സാക്ഷരത, തുടർ വിദ്യാഭ്യാസം, ആജീവനാന്ത പഠനം എന്നിവ ഏകോപിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ഔദ്യോഗിക സ്വയംഭരണ സ്ഥാപനമാണ് KSLMA എന്ന കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി. അത് അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ പ്രസ്താവനാ തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം: കേരളത്തിലെ സാക്ഷരത, തുടർ വിദ്യാഭ്യാസം, ആജീവനാന്ത പഠനം എന്നിവ ഏകോപിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ഔദ്യോഗിക സ്വയംഭരണ സ്ഥാപനമാണ് KSLMA. കേരള മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. അറിഞ്ഞിരിക്കണം, ഇത് ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ. കേരള മുഖ്യമന്ത്രിയാണ് KSLMAയുടെ, കേരള സംസ്ഥാന ലിറ്ററസി മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. ഇത് പ്രവർത്തിക്കുന്നത് LSGD വകുപ്പിന് കീഴിലാണ്, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ്. ഇടയ്ക്കത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. അതൊക്കെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. കേരള മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമാണ് KSLMA. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇത് സ്ഥാപിതമായ വർഷം കൂടി അറിഞ്ഞിരിക്കണം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ സ്ഥാപിതമായത് 1998 1998. ഇതിന്റെ മുദ്രാവാക്യം കൂടി സാക്ഷരതാ മിഷന്റെ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ മുദ്രാവാക്യം കൂടി അറിഞ്ഞിരിക്കണം. പ്രധാന മുദ്രാവാക്യമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എപ്പോഴും വിദ്യാഭ്യാസം. എല്ലാവർക്കും വിദ്യാഭ്യാസം എപ്പോഴും വിദ്യാഭ്യാസം എന്നുള്ളത് കേരള സംസ്ഥാന ലിറ്ററസി മിഷന്റെ പ്രധാന മുദ്രാവാക്യമാണ്. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചെയർമാൻ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, തുടർ പഠനം നമ്മൾ പറഞ്ഞു. സാക്ഷരത നേടിയവർക്ക് തുടർ പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുക. രണ്ടാമത്തത് വികസന അവബോധമാണ്. സർക്കാരിന്റെ വിവിധ വികസന ക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നുള്ളത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ലക്ഷ്യങ്ങൾപ്പെട്ടതാണ്. മൂന്നാമത്തത് തൊഴിൽ നൈപുണ്യമാണ്. പഠിതാക്കൾക്ക് ആവശ്യമായ തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന കേരള സംസ്ഥാന സാക്ഷരതാ മിഷനാണ്. നിങ്ങൾ അവരുടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പ്രധാന കോഴ്സുകളും പദ്ധതികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. 4ാം തരം തുല്യതാ കോഴ്സും 7ാം തരം തുല്യതാ കോഴ്സും 10ാം തരം തുല്യതാ കോഴ്സും ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സും ഒക്കെ ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ സംസ്ഥാന കേരള സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ചങ്ങാതി പദ്ധതി നിങ്ങൾ കേട്ടതാണല്ലേ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് ചങ്ങാതി പദ്ധതി എന്ന് പറയുന്നത്. ഇത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷനാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ അക്ഷരലക്ഷ്യം പദ്ധതിയുണ്ട്. സംസ്ഥാനത്തെ അവശേഷിക്കുന്ന നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കാനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ
പദ്ധതിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷരലക്ഷ്യം പദ്ധതി സംസ്ഥാനത്തെ അവശേഷിക്കുന്ന നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കാനുള്ള പ്രത്യേക പദ്ധതിയാണ് എന്ത്? അക്ഷരലക്ഷ്യം പദ്ധതി. അപ്പോൾ സംസ്ഥാന കേരള സാക്ഷരതാ മിഷനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടിക്കാണുമല്ലോ അല്ലെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യ സ്ഥിരം ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്ന രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡിലാണ് ലോകത്തിലെ ആദ്യ സ്ഥിരം ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഫിൻലാൻഡിലാണ്. തകഴി സ്മാരക ട്രസ്റ്റിന്റെ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, സാഹിത്യ മേഖലയിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. തകഴി സ്മാരക ട്രസ്റ്റിന്റെ 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സേതുവാണ്. സേതുവിനാണ് 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2026 തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് സേതുവാണ്. അപ്പോൾ 2025 പുരസ്കാര ജേതാവിനെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കേണ്ടേ. അപ്പോൾ 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീരയാണ്. പ്രശസ്ത സാഹിത്യകാരിയായ KP സുധീര ചോദിച്ചിട്ടുള്ളതാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചിട്ടാണ് KP സുധീരയ്ക്ക് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ തകഴി സ്മാരക ട്രസ്റ്റിന്റെ അവാർഡ് തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതുപോലെ തന്നെ ശില്പവും പ്രശസ്തി പത്രവും, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ്. ഇതിന്റെ നിർണായക സമിതി സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക ട്രസ്റ്റാണ് പുരസ്കാര വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൂടി അറിഞ്ഞിരിക്കണം. തകഴിയുടെ ജന്മനാടായ അമ്പലപ്പുഴ ശങ്കരമംഗലത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് സാധാരണ പുരസ്കാരം സമ്മാനിക്കുന്നത്. അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഈ ഡോക്ടർ KP സുധീര 2025 തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം KP സുധീരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതും സന്ദർഭവശാൽ ഓർത്തിരിക്കണം. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബോധ്യം എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ബോധ്യം? സ്ത്രീകൾക്കെതിരെ അതിക്രമണം തടയാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ബോധ്യം എന്ന് പറയുന്നത്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ബോധ്യം. സ്ത്രീകൾക്കെതിരായ അതിക്രമണം തടയാൻ ആരംഭിച്ചതാണ് ബോധ്യം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ KSWDC എന്ന് പറയും. കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് KSWDC എന്ന് പറയുന്നത്, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. 1988 ഫെബ്രുവരി 22 KSWDC രൂപീകൃതമാകുന്നത്. എന്നാണ് 1988 ഫെബ്രുവരി 22. നിലവിലിത് സംസ്ഥാന ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴില് സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനും അവർക്ക് തുല്യമായ സാമൂഹിക പദവി ഉറപ്പാക്കാനും പല തരത്തിലുള്ള പദ്ധതികൾ KSWDC നടപ്പിലാക്കാറുണ്ട്. ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെയാണോ? KSWDCയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കില് പുതുതായി 5 ജില്ലകളൊക്കെ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. നിലവിലെ ലഡാക്കിലെ 2 ജില്ലയാണുള്ളത്, നിങ്ങൾക്കറിയാം. ലേയും കാർഗിലുമാണ്. ഇനി 5 ജില്ലയും കൂടി വരുമ്പോൾ 7 ജില്ലയായി മാറും ലഡാക്കില്. കറണ്ട് അഫേഴ്സ് ആണ്, അതുകൊണ്ട് ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കില് പുതുതായി നിലവിൽ വരുന്ന ജില്ലകൾ അറിഞ്ഞിരിക്കണം.
നിലവിൽ നമുക്കറിയാൻ ലേയും കാർഗിലും ഉണ്ട്. അത് കൂടാതെ സാൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. ഒരിക്കൽ കൂടി സാൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. നിലവിലുള്ളത് ലേയും കാർഗിലുമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ശസ്ത്രക്രിയാ സുരക്ഷാ പ്രോട്ടോകോൾ അടുത്തിടെ പുറത്തിറക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ശസ്ത്രക്രിയാ സുരക്ഷാ പ്രോട്ടോകോൾ അടുത്തിടെ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ 2026 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം 6 അറിഞ്ഞിരിക്കണം. 2026 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6. 1 അമേരിക്ക, 2 ചൈന, 3 ജർമ്മനി, 4 ജപ്പാൻ, 5 UK. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ, UK എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയാണ് 2026 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് ആണ്, സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കായിക മേഖലയിൽ നിന്നുള്ള 13ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് 2027 വേദിയാകുന്നുണ്ട്. 13ാമതാണ്. അതിന്റെ വേദി എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റ് ആണ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിലാണ് 13ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദിയാകുന്നത്. അടുത്തൊരു പോയിന്റ്, കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് പത്രവായന നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. ഓർത്തിരിക്കണം, കർണാടകയാണ് കുട്ടികൾ വായനാശീലം വളർത്തുന്നതിനായി സ്കൂൾ അസംബ്ലിക്ക് ശേഷം 10 മിനിറ്റ് പത്രവായന നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. പത്മപ്രഭ ഫൗണ്ടേഷന്റെ 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് രാജശ്രീയാണ്. പത്മപ്രഭ ഫൗണ്ടേഷന്റെ 2026 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് രാജശ്രീ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അടുത്ത് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്, 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 170 സീറ്റുകൾ, മൊത്തത്തിൽ 108 വിജയ് 2 സീറ്റിൽ മത്സരിച്ചു അല്ലെ. 107 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് തമിഴക വെട്രി കഴകമാണ്. അതുപോലെ തന്നെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദിക്കാം. ഏപ്രിൽ 9 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അതുപോലെ തന്നെ അതിന്റെ വോട്ടെണ്ണൽ മെയ് 4 കേരള നിയമസഭയിൽ ആകെ സീറ്റുകളുടെ എണ്ണം നിങ്ങൾക്കറിയാം 140 അതിൽ UDF 102 സീറ്റും LDF 35 സീറ്റും BJP 3 സീറ്റും കരസ്ഥമാക്കി എന്നുള്ളതറിയാം. അപ്പോൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടിയാണ്. 85,327 കണക്കൊന്നറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ 16ാമത് കേരള നിയമസഭയിലേക്ക് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് C രവീന്ദ്രനാഥ് ആണ്. മണലൂർ മണ്ഡലത്തിൽ നിന്നാണ്. TN പ്രതാപനെതിരെയാണ് C രവീന്ദ്രനാഥ് വിജയിച്ച് 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മണലൂർ മണ്ഡലത്തിൽ നിന്ന് C രവീന്ദ്രനാഥിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ മുസ്ലിം ലീഗിലെ ആദ്യ വനിതാ MLA എന്ന പട്ടം ചാർത്തിയത് അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയാണ്. നിങ്ങൾക്കറിയാം, പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ 16ാമത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് 82 വയസ്സാണ്. LDFനെ പ്രതിനിധാനം ചെയ്ത്. അതുപോലെ തന്നെ 16ാമത് നിയമസഭയിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രായം കുറഞ്ഞ വ്യക്തി ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച UDFന്റെ AD തോമസ് ആണ്. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കണം, 16ാമത്
കേരള നിയമസഭയിലേക്ക് എത്തുന്ന വനിതാ MLA-മാരുടെ എണ്ണം 11. UDF-ൽ നിന്ന് 9 പേരും LDF-നെ പ്രതിനിധാനം ചെയ്ത് 2 പേരുമാണ്. 16ാമത് കേരള നിയമസഭയിലേക്ക് എത്തുന്ന വനിതാ MLA-മാരുടെ എണ്ണം 11. UDF-ൽ നിന്ന് 9, LDF-ൽ നിന്ന് 2. അടുത്തത് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയ് 1 അല്ലെ. 2026 അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ആരോഗ്യകരമായ ഒരു മാനസിക സാമൂഹിക പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നുള്ളതാണ് 2026 അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം. ആരോഗ്യകരമായ ഒരു മാനസിക സാമൂഹിക പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നുള്ളതാണ് 2026 അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം. ആരോഗ്യകരമായ ഒരു മാനസിക സാമൂഹിക പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്. നമുക്കറിയാം 2027 സെൻസസ് നടക്കുകയാണ് അല്ലെ. 2027 ആപ്പ് മുഖേനയാണ് സെൻസസ് ഒക്കെ നടത്തുന്നത്. സെൻസസ് 2027 ഭാഗമായിട്ടുള്ള സേവനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1855 1855 ആണ്. സെൻസസ് 2027 ഭാഗമായിട്ടുള്ള സേവനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോയാലോ. തപസ്യ കലാസാഹിത്യ വേദിയുടെ 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായരാണ്. തപസ്യ കലാസാഹിത്യ വേദിയുടെ 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ. സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡലാണ് ക്ലോഡ് മിത്തോസ് എന്ന് പറയുന്നത്. ക്ലോഡ് മിത്തോസ് ആണ് സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ക്ലോഡ് മിത്തോസ്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ ചോദിക്കാം, എക്സ്പെഷ്യലി ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പുതിയ നിയമനങ്ങളുടെ ഭാഗത്തൊക്കെ ചോദിക്കാം. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചാൻസലറാണ് അശോക് കുമാർ ലാഹിരിയാണ്. ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചാൻസലർ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ പുതിയ വൈസ് ചാൻസലർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബാരാസിംഹ അതായത് ഹസ്തിനപൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബാരാസിംഹ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അടുത്തത് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3. 2026 ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം അറിഞ്ഞിരിക്കണം. സമാധാനത്തിൽ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്ര സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് 2026 ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. എന്താണ്? സമാധാനത്തിൽ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്ര സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്രഞ്ച് മാധ്യമ സംഘടന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അറിയാലോ. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് എല്ലാ വർഷവും ലോക മാധ്യമ സ്വതന്ത്ര സൂചി വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തുവിടാറുണ്ട്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് മാധ്യമ സംഘടനയാണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട 2026 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 157 അതുകൂടി 157 ആണ്. 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നോർവേയും 2ാം സ്ഥാനത്ത് നെതർലാൻഡും അവസാന സ്ഥാനം എറിത്രിയയ്ക്കുമാണ്. 1ാം സ്ഥാനം നോർവേ, 2ാം സ്ഥാനം നെതർലാൻഡ്, അവസാന സ്ഥാനം എറിത്രിയ. ഇന്ത്യ 157 അപ്പോൾ ഓർത്തിരിക്കണം, ആകെ 180 രാജ്യങ്ങളിൽ 157 180 കൺട്രീസിലെ 157 ഇന്ത്യയുടെ സ്ഥാനം. ഏറ്റവും അവസാനം 180 എറിത്രിയയാണ്. ഈ നോർവേ തുടർച്ചയായ 10ാം വർഷവും 1ാം സ്ഥാനത്താണ്. 2025 ഇന്ത്യ 151 2026 ആയപ്പോഴത്തേന് പത്രസ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറയുകയാണ് ഉണ്ടായത്. 157 മാറി. അതുകൂടി അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയ് 2026 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് പങ്കുവച്ചത്. ഇതിന്റെ കണ്ടിന്യൂസ് മെയ്
മാസത്തെ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ്. കറണ്ട് അഫേഴ്സ് മാത്രമല്ല, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടും. ബൈ.